ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. 17/1/2023 നടന്ന SSC GD 2022 ഷിഫ്റ്റ് 4 ആണ്. അങ്ങനെയാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ എന്താ ആദ്യം ബ്രാക്കറ്റിനകത്തുള്ള ചെയ്യണം. 12/4 ചെയ്യുമ്പം എത്രയാണ്? 3 വരും. 3 × 2 6 6 + 4 10 വരും. അപ്പോൾ ബ്രാക്കറ്റിനകത്ത് ഇത്രയും വരും. ഇനി അടുത്ത ഏതാ ചെയ്യേണ്ടത്? ഈ 9/3 ചെയ്യണം. അതിന് മുമ്പ് ഈ മിക്സ്ഡ് ഫ്രാക്ഷൻ ഇംപ്രോപ്പർ ആക്കണം. അപ്പം 1 × 3 + 1 4/3 ഇൻറ്റു 9/3 ചെയ്യുമ്പോൾ 3 വരും. പ്ലസ് ഈ 1 ആൻഡ് 2/3 മിക്സഡിൽ നിന്ന് ഇംപ്രോപ്പർ ആകുമ്പോൾ എത്രയാണ്? 3 5/3 വരും. അതായത് 1 × 3 + 2/3 വരും. അതാണ് ഇംപ്രോപ്പർ ആക്കുന്നത്. ഇവിടെ ഈ 3 യും 3 യും വെട്ടിപ്പോയി. അപ്പോൾ 10 + 6 16 + 4 + 5/3 വരും. അപ്പോൾ LCM എടുക്കുമ്പോൾ എത്ര വരുന്നത്? 16 + 4 3 = 12 അല്ലേ? 12 + 5/3 വരും. അതായത് 16 + 12 × 5 17/3 വരും. ഇവിടെ LCM എടുക്കുമ്പോൾ എത്രയാണ്? 16 × 3 ചെയ്യുമ്പോൾ 48 + 17/3 വരും. 48 + 17 എത്രയാണ്? 65/3 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഈ തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിനെ കറക്റ്റ് ഓർഡറിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തേക്കുന്നത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താ 7/8 13/16 കമ്പയർ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഏതാ വലുത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണ്ടേ? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 7 × 16 ചെയ്യുമ്പോൾ 112, 8 × 13 ചെയ്യുമ്പോൾ എത്രയാണ്? 104 വരും. അപ്പോൾ ഏത് ഭാഗത്താണോ വലിയ ഡിജിറ്റ് വരുന്നത് അതാണ് വലുത്. അപ്പം ഇതാണ് വലുത്. ഒരു കാര്യം മനസ്സിലായി. ഓപ്ഷൻ സി എന്തായാലും വരത്തില്ലെന്ന് മനസ്സിലായി. ഇനി അടുത്ത എന്താ? 31/14 63/18 നോക്കാം. അപ്പം 31/80 ചെയ്യുമ്പോൾ 2480. ഈ സൈഡിൽ എന്താ വരുന്നത്? 2520 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇതിൻ്റെ ഇങ്ങനെയാണ് വരുന്നത്. 63/80 വലുത് വരുന്നത്. അപ്പം ഇതും തെറ്റാന്ന് മനസ്സിലായി. ഇനി എന്താണ്? നമുക്ക് 13/16 അതോ 31/40 വരുന്നത് നോക്കാം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഈ കൺഫ്യൂഷനുള്ള ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യാം. അതായത് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യാം. അതായത് 63/80 അതോ 13/16 വരുന്നത് നോക്കാം. അപ്പോൾ 63 × 16 ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 1008 വരും. 80 × 13 ചെയ്യുമ്പോൾ എത്രയാണ്? 1040. അപ്പം ഇതാണ് വലുത് മനസ്സിലായി. 13/16 വലുത്. അപ്പോൾ ഈ ഓപ്ഷനും തെറ്റാന്ന് മനസ്സിലായി. ശരിയായ ഓപ്ഷൻ ഏതാ? ഇതാണ്, ഡി ആണ് കറക്റ്റ്. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു നമ്പർ 42 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം 120 കോഷ്യൻ്റ് കിട്ടി. റിമൈൻഡർ 0 ആയോ? അങ്ങനെയാണ് ആ സെയിം നമ്പറിനെ 41 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ എത്ര വരുന്നത് വെച്ചേക്കുന്നത്. അപ്പം ഒരു നമ്പറിനെ 42 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പം 120 കോഷ്യൻ്റ് കിട്ടി. റിമൈൻഡർ 0 ആയി. റിമൈൻഡർ 0 ആവുന്നതാണ്. ഈ നമ്പർ തന്നെ വരുമ്പോഴാണ് റിമൈൻഡർ 0 ആവുന്നത്. സത്യത്തിലെ നമ്പർ എത്രയാണ്? 42 × 120. അപ്പോൾ റിമൈൻഡർ ഉണ്ടെങ്കിൽ പ്ലസ് റിമൈൻഡർ വരണം. ഇവിടെ പ്ലസ് റിമൈൻഡർ 0 വന്നുകൊണ്ടാണ് അത് നമ്മൾ എടുക്കാത്തത്. പ്ലസ് 0 എന്ന് എഴുതിയാൽ എന്താണ് വ്യത്യാസം? ഇല്ലല്ലോ. ആ നമ്പർ എന്ന് പറയുന്നത് എത്ര? ഇതാണ് ആ നമ്പർ. ഈ നമ്പറിനെ എന്താ /41 ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 12 കേട്ടോ, 42 അടുത്ത് എഴുതിയപ്പോൾ തെറ്റിപ്പോയത്. അപ്പോൾ ഇത് ചെയ്യുമ്പം റിമൈൻഡർ എത്രയാണ് വരുന്നത്? ഇവിടെ 42-നെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ്? റിമൈൻഡർ 1 വരും. ഇനി 120-നെ 41 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 41 × 2 ചെയ്യുമ്പോൾ എത്ര? 82 വരും. ബാക്കി റിമൈൻഡറാണ്. 120-ൽ നിന്ന് 82 പോയാൽ എത്രയാണ്? 38 വരും. അപ്പോൾ ഇവിടെ 38 റിമൈൻഡർ വരുന്നത്.
ആയിട്ട് എഴുതാം. ഇവിടെ 38 റിമൈൻഡർ വരും. അതായത് 38 ഇവിടെ 38 റിമൈൻഡർ വരും, ഇവിടെ 1 റിമൈൻഡർ വരും. 38 × 1 ചെയ്യുമ്പോൾ എന്താണ് 38 തന്നെയാണ് റിമൈൻഡർ വരുന്നത്. ആൻസർ എത്രയാണ് വരുന്നത്? ഓപ്ഷൻ ബി 38 വരും. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 85% ഓഫ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഈക്വൽ ടു 25% ഓഫ് എക്സ് പ്ലസ് വൈ ആണെന്നാണ് തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വൈ ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് എക്സ് എന്നായി വെച്ചിരിക്കുന്നത്. ഇവിടെ 500 ഉണ്ട്. ഇതും കട്ട് ചെയ്ത് പോയി. രണ്ട് സൈഡിൽ 5 കൊണ്ട് കിട്ടും. അപ്പം ഇവിടെ 17 വരും, ഇവിടെ 5 വരും. ഇനി നമുക്ക് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യാം. 17x മൈനസ് 17y ഈക്വൽ ടു എന്താണ് 5x പ്ലസ് 5y വരും. അപ്പം ഇത് എക്സും വൈയും സെയിം സ്ഥലത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ 17x മൈനസ് 5x ഈക്വൽ ടു 5y പ്ലസ് 17y. അപ്പം 12x ഈക്വൽ ടു 22y ആവും. അപ്പോൾ ഇവിടെ എക്സ് ബൈ വൈ എന്ന് പറയുന്നത് എത്രയാണ്? അപ്പം 22/12 വരും. വൈ ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് എക്സ് എന്നാണ് ചെയ്യുന്നത്. വൈയുടെ വാല്യൂ എത്രയാണ്? 12. 12/22 × 100. അപ്പോൾ ഇവിടെ എന്താ 6/12 വരും. അല്ല 6/11 വരും. അപ്പോൾ ഇവിടെ 6/11 ചെയ്യുമ്പോൾ എത്രയാണ്? × 100 എന്ന് പറയുമ്പോൾ അപ്പം 60 × 10 എന്ന് എഴുതാം. അല്ലെങ്കിൽ എന്താ 600/11 അങ്ങ് നേരിട്ട് ചെയ്യാം. അപ്പം 11 × 5 ചെയ്താൽ എന്താണ് 55 വരും. അപ്പോൾ റിമൈൻഡർ 5 വരും. ഇനി 11 × 4 ചെയ്യുമ്പോൾ എന്താണ് 44 വരും. റിമൈൻഡർ 6 വരും. അപ്പം 54 പോയിൻറ്റ് സംതിങ് വരും. 54 ആൻഡ് 6/11 വരും. ഓപ്ഷൻ ബി ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? എലക്ഷൻ്റെ കാര്യം പറയുന്നത്. അതായത് ഇൻ ആൻ എലക്ഷൻ എ കാൻഡിഡേറ്റ് ഹു ഗെറ്റ് 70% വോട്ട്സ് ഈസ് എലക്റ്റഡ് ബൈ എ മെജോറിറ്റി ഓഫ് 500 വോട്ട്സ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് എത്രയാണ് വെച്ചത്? അപ്പോൾ ഒരാൾക്ക് 70% കിട്ടിയപ്പം മറ്റേ ആൾക്ക് എന്താ ഓട്ടോമാറ്റിക്കലി 30% കിട്ടുള്ളൂ. അപ്പോൾ ഈ 40%ൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നേക്കുന്നത്. എത്രയാണ്? 500 എന്ന്. അപ്പം 0 0 കട്ട് ചെയ്ത് പോയി. 4 യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 50 വരും. 100 യൂണിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അപ്പം 4 എന്നുള്ളത് 100 എത്തിക്കാൻ ഞാൻ ചെയ്യേണ്ടത് × 25 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അതേ 25 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 50 × 25 ചെയ്യുമ്പോൾ 1250 ആണ് ആൻസർ വരുന്നത്. 100 യൂണിറ്റിൻ്റെ വാല്യൂ 1250. ഓപ്ഷൻ എ അതാണ് കറക്റ്റ് ആൻസർ. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ എന്താ സെല്ലിംഗ് പ്രൈസ് ഓഫ് 40 ആർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് ഓഫ് 60 ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ 40 SP എന്ന് പറയുന്നത് എത്രയാണ്? 60 CP ആണ്. അങ്ങനെയാണ് ഫൈൻ ദ ഗെയിൻ പെർസെൻറ്റേജ് പറഞ്ഞേക്കുന്നത്. അപ്പം കോസ്റ്റ് പ്രൈസ് ബൈ സെല്ലിംഗ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് എടുത്തോ. സെല്ലിംഗ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് ഒന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്നാൽ മതി. അപ്പം 60/40 വരും. 0 കട്ട് ചെയ്ത് പോയി. ഇവിടെ എത്രയാണ്? 3 വരും, ഇവിടെ 2 വരും. അതായത് 2 രൂപയുടെ സാധനം 3 രൂപയ്ക്ക് വിറ്റു. 1 രൂപ പ്രോഫിറ്റ്. എത്ര? കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 2. കോസ്റ്റ് പ്രൈസിലാണ് നമ്മളെപ്പോഴും ലാഭം കണക്ക് കൂട്ടുന്നത്. അപ്പം 1 രൂപ ലാഭം കിട്ടി. എത്രയില്ല? 2 രൂപ കോസ്റ്റ് പ്രൈസിൽ × 100 ഇപ്പം എത്രയാണ്? 50% കിട്ടും. ഇതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ അപ്പം 16,800 രൂപയാണ്. 11% ഡിസ്കൗണ്ട് കൊടുത്തു. 11% ഡിസ്കൗണ്ട് കൊടുത്ത ബാക്കി എന്താ ഉള്ളത്? ബാക്കി 89% ഉള്ളത്. അതിന് എടുത്താൽ ബാക്കി 36,000-ന് 89% എടുത്താൽ എന്താ സംഭവിക്കുക? നമ്മൾ AC വാങ്ങാൻ അടയ്ക്കേണ്ട പൈസ കിട്ടും. അതായത് ഡിസ്കൗണ്ട് കഴിഞ്ഞുള്ള പൈസ
എത്രയാണോ അതാണ് കിട്ടും, അതായത് സെല്ലിംഗ് പ്രൈസ് കിട്ടും. 368 ഇൻറ്റു 89 ചെയ്യുമ്പോൾ എത്രയാണ്? 32,752 കിട്ടും. ഇതാണ് ആൻസർ. 32,752 ഓപ്ഷൻ സി. ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 4,250 രൂപയാണ്. പിന്നെ അയാളൊരു ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് 250 രൂപ. അപ്പം അത് നേരെ മൈനസ് ചെയ്യുക. അപ്പം ബാക്കി 4,000 ഉണ്ട്. ഈ ക്യാഷ് ഡിസ്കൗണ്ടിന് പുറമെ അയാൾ എന്താണ് 2 സക്സസീവ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് 8%, ഒന്ന് 5%. ആ 2 സക്സസ് ഡിസ്കൗണ്ട് കൊടുത്തു കഴിയുമ്പം വാട്ട് ഈസ് ദ ഫൈനൽ പ്രൈസ് ഓഫ് ദ ഷെയർ ഫോർ ദ കസ്റ്റമേഴ്സ് ആഫ്റ്റർ ഡിസ്കൗണ്ട് സ്കീം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 4,000-ന് മുകളിൽ ഈ 2 സക്സസ് ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്താൽ മതി. അപ്പം 4,000 ഉണ്ട്. ആദ്യം എത്രയാണ്? ആദ്യം 8% ഡിസ്കൗണ്ട് കൊടുക്കുന്നതാണ് പറഞ്ഞത്. അപ്പം 100-ൽ നിന്ന് 8 പോയാൽ എത്രയാണ്? 92. അപ്പം ബാക്കി 92/100 എടുത്തോളാം. ഇൻറ്റു പിന്നെ അടുത്ത 5% ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അപ്പം 100-ൽ നിന്ന് 5 പോയാൽ എത്രയാണ്? 95 കിട്ടും. 95/100. ഇതാണ് എന്ത്? ആ കസേരയുടെ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ഇവിടെ ഈ 2 0, ഈ 2 0 വെട്ടിപ്പോയി, ഈ ഒരു 0, ഈ ഒരു 0 വെട്ടിപ്പോയി. ഈ 10-നെ 95-നെ ഞാൻ 2 കൊണ്ട് വെട്ടുമ്പോൾ എത്രയാണ്? ഇവിടെ 19 വരും, ഇവിടെ 2 വരും. ഈ 2 ഈ 4 കൂടെ വെട്ടുമ്പോൾ എത്രയാണ്? ഇവിടെ 2 വരും. 92 × 2 ചെയ്യുമ്പോൾ 184 വരും. 184 × 19 ചെയ്യുമ്പോൾ എത്രയാണ്? 9 4 36 വരും. അപ്പോൾ യൂണിറ്റ് അവസാനം 6 വരത്തുള്ളൂ. ഓപ്ഷൻ നോക്കുമ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ ഡി 3496 കറക്റ്റ് ആൻസർ. 3496 കറക്റ്റ് ആൻസർ. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ 100 രൂപയുടെ സാധനം കോസ്റ്റ് പ്രൈസിൽ തന്നെ വിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് കോസ്റ്റ് പ്രൈസ്. ശരിക്കും സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസും സെയിം തന്നെയാണ്. 100 രൂപയ്ക്ക് തന്നെയാണ് വിൽക്കുന്നത്. ഇയാൾ വേറെ ഉടായ്പ കാണിക്കുന്നുണ്ട്. എന്താണ്? 10% ഫോൾസ് വെയിറ്റ് ഉപയോഗിക്കുന്നത്. 100-ന്റെ 10% എടുക്കുമ്പോൾ എത്രയാണ്? അത് 10 തന്നെയാണ് വരുന്നത്. അതായത് 10% കുറച്ചാണ് കാണിക്കുന്നത്. 100 രൂപയുടെ സാധനം എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത് എത്ര? 90 രൂപ സാധനം കൊടുക്കുന്നുള്ളൂ. അപ്പോൾ പുള്ളിക്ക് ഉണ്ടാകുന്ന ലാഭം എത്രയാണ്? 10 രൂപ ലാഭം ഉണ്ടാകുന്നുണ്ട്. എന്തിനാണ് ലാഭം ഉണ്ടാകുന്നത്? 90 ലാഭം ഉണ്ടാകുന്നത്. കാരണം 90 രൂപയുടെ സാധനം അയാളുടെ കയ്യിൽ നിന്ന് പോകുന്നുള്ളൂ. അത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 10/90 × 100 ചെയ്തോളാം. 0 കട്ട് ചെയ്ത് പോയി. 100/9 എന്താണ്? 100/9 എന്ന് പറയുന്നത് 11.11%. അപ്പം 11 1/11 1/9. ഓപ്ഷൻ ബി അതാണ് കറക്റ്റ് ആൻസർ. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എഫക്റ്റീവ് ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കറസ്പോണ്ടിങ് to an annual rate of 2% per annum payable half yearly is എന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് ആനുവൽ റേറ്റ് 2 per annum, അത് തന്നെ ഹാഫ് ഇയർലി കോമ്പൗണ്ട് ചെയ്യുമ്പം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം 2 per annum ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അതപ്പോൾ ഹാഫ് ഇയർലി ആകുമ്പം 2/2 ചെയ്തോളൂ. അപ്പം 1 കിട്ടും. 6 മാസം കൂടുമ്പം 1% അടയ്ക്കണം. അപ്പം അത് 6 മാസം വെച്ച് 1% അടയ്ക്കുമ്പം എന്താവുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 1 പ്ലസ് സക്സസീവ് എടുത്താൽ മതി. 1 + 1 + 1 × 1/100. 2 + അപ്പം 1/100 എന്ന് പറയുമ്പോൾ എത്രയാണ്? 0.1 വരും. അപ്പം 2 + 0.1 വരുമ്പോൾ എത്രയാണ്? 2.01 ആണ് മൊത്തമുള്ള പെർസെൻറ്റേജിന് ഡിഫറൻസ്. ഓപ്ഷൻ ബി. ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2 per annum ആണ്. ആ പെർ ആനം എന്നുള്ളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താണ് ഇത് ഈ 1 വരെ 2 ഇട്ട് ചെയ്യും. അപ്പം ആൻസർ തെറ്റും. ഇവിടെ 4 ഓപ്ഷനിൽ കിടപ്പുണ്ട്. 2 per annum അത് ഹാഫ് ഇയർലി അടയ്ക്കുമ്പോൾ എന്താണ് 2/2 എടുക്കുമ്പോൾ 1 വരും. അതായത് 6 മാസത്തേക്ക് 1% വെച്ച്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു പുള്ളി കുറച്ച് പൈസ കടമെടുത്തു കഴിഞ്ഞപ്പം ആദ്യത്തെ വർഷത്തിൻ്റെ അവസാനം 4,565 രൂപയാണ് അടയ്ക്കേണ്ടത്. രണ്ടാമത്തെ
10ൻ്റെ അവസാനം എത്ര 6534 രൂപയാണ് അടയ്ക്കേണ്ടത്. ഇഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10%, അത് കോമ്പൗണ്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ എമൗണ്ട് വിച്ച് വാസ് ബോറോഡ് എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് വരയ്ക്കാം ആദ്യം. അപ്പം ഇത് ഫസ്റ്റ് ഇയറിൻ്റെ അവസാനം എത്രയാണ് 4565 രൂപയാണ് അടയ്ക്കാൻ. സെക്കൻഡ് ഇയറിൻ്റെ അവസാനം എത്രയാണ് 6534 രൂപയാണ് അടയ്ക്കാൻ. അപ്പം ഇവിടെ ഈ ഗ്യാപ്പ് എത്രയാണ്? ഇത് 1 വർഷം, ഇവിടെ ഈ ഗ്യാപ്പ് 1 വർഷം, അങ്ങനെ 2 വർഷമാണ് പുള്ളി അടയ്ക്കുന്നത്. അത് പുള്ളി അടയ്ക്കുന്ന മൊത്തം പൈസ 2 വർഷമായിട്ട് അടയ്ക്കുന്നത്. പിന്നെ കോമ്പൗണ്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണ് 10% എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു ഗ്യാപ്പിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താകും? അതായത് 10% നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ് 1/10 എന്ന് എടുക്കും. അതായത് പ്രിൻസിപ്പിൾ 10 എന്നുള്ളത് 1 രൂപ ഇൻട്രസ്റ്റ് കൂടി എത്രയാണ് 11 ആവും എമൗണ്ട്. അപ്പം ഇവിടെ 10 എന്നുള്ളത് 11 ആവും. ഈ 11ൻ്റെ വാല്യൂ ആണ് എന്താ തന്നിരിക്കുന്നത് 6534 എന്നുള്ളത്. അപ്പോൾ 10ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. 11 × 594 ചെയ്യുന്നതാണ് 594 ചെയ്യുന്നതാണ് എന്ത് 6534 വരുന്നത്. അപ്പോൾ 10 × 594 ചെയ്തോളാം. അപ്പോൾ എത്ര 5940 എന്ന് വരും. അപ്പോൾ 5940 ആണ് 10% വെച്ച് കൂടി 6534 ആവുന്നത് ഏത് സെക്കൻഡ് ഇയറിൽ. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടെത്താൻ സെയിം 10:11 അതായത് 10 എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ 11 തന്നെയാവും. ഇനി ഈ 11ൻ്റെ വാല്യൂ എടുക്കേണ്ട എന്താണ് ഈ 5940 എന്നാണോ അതോ 4565 എന്നാണോ? അത് രണ്ടുമല്ല, ഞാൻ പറഞ്ഞുതരാം. അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് വേണം എടുക്കാൻ. അതായത് 4565ഉം 5940 കൂടെ കൂട്ടണം. അതായത് ഇത് രണ്ടും കൂടെ കൂട്ടണം. കൂട്ടി കിട്ടുന്ന വാല്യൂ വേണം ഇവിടെ ഈ 11 എന്നുള്ള രീതിയിൽ എടുക്കാൻ. അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നത് 10505 എന്ന് കിട്ടും. അപ്പോൾ 11ൻ്റെ വാല്യൂ 10505 ആണെങ്കിൽ 10ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ ആൻസർ കിട്ടും. അതായത് 11 × എത്രയാണ് 955 ചെയ്യുമ്പോഴാണ് എന്ത് 10,505 വരുന്നത്. അപ്പോൾ അതേ സമയം 10 × 905 ചെയ്യുമ്പോൾ 9550 വരും. ഇതാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. പുള്ളി കടമെടുത്തത് 9505 രൂപ. ആദ്യത്തെ വർഷം അവസാനം 4565 രൂപ തിരിച്ചടയ്ക്കണം. രണ്ടാമത്തെ വർഷം എത്രയാണ് 6534 രൂപ തിരിച്ചു അടയ്ക്കണം. രണ്ടാമത്തെ വർഷം അവസാനം ആണ് 6534 രൂപ തിരിച്ചടയ്ക്കേണ്ടത്. അതായത് ഇത്രേ ഉള്ളൂ. ആദ്യത്തെ വർഷം മെച്യൂർ ആവുന്ന തുകയും രണ്ടാമത്തെ വർഷം അടയ്ക്കുന്നതിൻ്റെ 90% ചേർത്ത് വേണം ആദ്യത്തെ വർഷാവസാനം പ്രിൻസിപ്പൾ എടുക്കാൻ. ആ പറഞ്ഞ സംഭവം വേണം പ്രിൻസിപ്പളായിട്ട് കൺസിഡർ ചെയ്യാൻ. എന്നാൽ മാത്രമേ ഇതിൻ്റെ ആൻസർ ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അതായത് കുറച്ചുകൂടെ എളുപ്പ ഭാഷയിൽ പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിൻ്റെ അവസാനം അയാളുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടായിരുന്നു? അയാളുടെ കയ്യിൽ മൊത്തം 5940ഉം 4565 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടി വേണം നമ്മൾ പ്രിൻസിപ്പളായിട്ട് എടുക്കാൻ. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിയാണ് 11ൻ്റെ വാല്യൂ ഈ 10,505 ആയിട്ട് എടുത്തത്. പ്രിൻസിപ്പൾ കിട്ടണമെങ്കിൽ ഇത് 11 ആയിട്ട് എടുക്കണം. അല്ലെങ്കിൽ രണ്ടാമത്തെ വർഷം അവസാനം അയാൾ വലിയൊരു തുക തിരിച്ചടക്കേണ്ട വന്നേനെ. അത് അടയ്ക്കാതിരിക്കാനാണ് പുള്ളി 4565 രൂപ ആദ്യത്തെ വർഷം അവസാനം തിരിച്ചടച്ചത്. ആ തിരിച്ചടച്ച പൈസയും എന്തായിട്ട് കൂട്ടും? പ്രിൻസിപ്പളായിട്ട് കൂട്ടും. അതുകൊണ്ടാണ് 5940 കൂടെ 4565 രൂപ, അതായത് ഒരു വർഷം അവസാനം പുള്ളി അടച്ച പൈസയും കൂടെ ഈ പ്രിൻസിപ്പളിൻ്റെ കൂടെ കൂട്ടി 11 ആയിട്ട് എടുത്തിട്ട് ഈ 10ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചത്. ഇപ്പം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ജസ്റ്റ് റീവൈൻഡ് അടിച്ച് കേട്ടാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? രണ്ടുപേരുടെ ഏജിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് എത്രയാണ്? പ്രസൻറ്റ് കണ്ടീഷനിൽ അവരുടെ ഏജിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് 5:8 ആണ്. 10 വർഷം അല്ലെ 8 വർഷത്തിന് ശേഷം അവരുടെ ഏജ് എന്ന് പറയുന്നത്, അതായത് ആഫ്റ്റർ 8 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ഏജ് എന്ന് പറഞ്ഞാൽ എത്ര 3:4 ആവും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ സം ഓഫ് ദെയർ പ്രസൻറ്റ് ഏജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഞാൻ എന്താണ് നമുക്ക് ആദ്യം ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് എടുക്കാം. ഇപ്പോൾ പ്രസൻറ്റ് ഏജ് ഓഫ് എ ആണ് വേണ്ടെങ്കിൽ എന്താണ് ആദ്യം
അയാളുടെ റേഷ്യോ എടുക്കുക 5 എന്നിട്ട് ഓപ്പോസിറ്റ് കിടക്കുന്ന റേഷ്യോ, അതായത് ആഫ്റ്റർ 8 years ഉള്ളത്തെ റേഷ്യോ എടുക്കുക. അതിൻ്റെ ഡിഫറൻസാണ് എടുക്കേണ്ടത്. അപ്പം 4 - 3 എന്ന് പറയുന്നത് എത്ര? 1 വരും. ഇൻറ്റു മൊത്തം എത്ര വർഷത്തെ ഗ്യാപ്പാണ് തന്നേക്കുന്നത്? ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് 8 വർഷമാണ്. അതെടുക്കുക. ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ ഈ 5 × 4 - 8 × 3 ചെയ്യാം. അപ്പം 20 - 8 × 3 - 5 × 4 ചെയ്യാം. അപ്പം 8 3 are 24 - 5 4 are 20 വരും. ഇത് ചെയ്താൽ നമുക്ക് പ്രസൻറ്റ് ഏജ് ഓഫ് എ കിട്ടും. അപ്പോൾ എത്രയാണ്? മുകളിൽ 5 8 40 വരും, താഴെ 4 വരും. അപ്പോൾ ഇത് എത്രയാണ്? 40/4 ചെയ്യുമ്പോൾ 10 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഇത് 5ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10, അതായത് ഇൻറ്റു 2 ചെയ്തു. അപ്പം 8ൻ്റെ വാല്യൂ എന്താ? ഇൻറ്റു 2 തന്നെ ചെയ്തോളാം. 16 കിട്ടും. രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര? 26 കിട്ടും. ഇതാണ് ആൻസർ വരുന്നത്. നമുക്ക് ഇവിടെ 5ൻ്റെ വാല്യൂ അല്ല 8ൻ്റെ വാല്യൂ, അതായത് പെർസെൻറ്റേജ് ഓഫ് ബി ആ കിട്ടണമെങ്കിൽ അവിടെ 8 ഇട്ട് വിടുന്നതാണ്. ഇനി ഇതൊന്നുമല്ല, 8 വർഷത്തിന് ശേഷം എയുടെ ഏജ് അറിയണമെങ്കിൽ ആദ്യം അത് എഴുതുക 3 × എന്നിട്ട് ഓപ്പോസിറ്റ് കിടക്കുന്ന റേഷ്യോ ഏതാ? ഈ പെർസെൻറ്റേജിൻ്റെ റേഷ്യോ ആണ് ഓപ്പോസിറ്റ് കിടക്കുന്നത്, അതിൻ്റെ വ്യത്യാസം എടുക്കുക. അപ്പോൾ 8 - 5 ചെയ്യുമ്പോൾ 3 വരും. ഇൻറ്റു എത്ര വർഷം ഗ്യാപ്പ് വന്നേക്കുന്നത്? 8 ഡിവൈഡഡ് ബൈ 8 × 3 24 - 5 × 4 20. 9 × 8 എന്ന് പറയുന്നത് 72. 72/4 എന്ന് പറയുന്നത് 18 കിട്ടും. ഈ സംഭവം എന്താ? ഇത് നല്ല ടൂളാണ് ശരിക്കും പറഞ്ഞാൽ. ഇതെല്ലാം റേഷ്യോ മെത്തേഡ് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് A/Bയുടെ റേഷ്യോ 5:8 എന്ന് എഴുതുന്നു. ഇത് പ്രസൻറ്റ്, ഇത് ആഫ്റ്റർ 8 years. അതുപോലെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:4 ആകുന്നു. ചെയ്യാൻ പോകുന്നത് ഈ ഗ്യാപ്പ് സെയിം ആകാൻ പോവുക. അതായത് ഇവിടെ 3 ആ ഗ്യാപ്പ്, ഇവിടെ 1 ആ ഗ്യാപ്പ്. അവിടെ അപ്പം ആ ഗ്യാപ്പ് സെയിം ആക്കണമെങ്കിൽ എനിക്ക് എന്താ ചെയ്യേണ്ടത്? ഈ 3 കൊണ്ട് ഞാനിവിടെ മൾട്ടിപ്ലൈ ചെയ്യണം, ഇൻറ്റു 3 ചെയ്യണം. അപ്പം ഇവിടെ ഇൻറ്റു 3 ചെയ്താൽ ഇവിടെ ഇൻറ്റു 3 ചെയ്യണം. ഇവിടെ 1 ആണ്, ആ 1 ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ്? ആ സംഖ്യ തന്നെയാണ്. 3 × 3 ഇവിടെ എന്താ? 3 × 3 9 ആവും. ഇവിടെ 9 ആവും. 3 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 12 ആവും. അപ്പം 1 × 5 5, 1 × 8 8 തന്നെയാവും. ഇപ്പോൾ ഇവിടുത്തെ ഗ്യാപ്പ് എന്തായി? സെയിം ആയി. 2ൻ്റെ ഗ്യാപ്പ് 3 ആയി. ഇനി ഈ ഗ്യാപ്പ് നോക്കിയേ, ഇതിൻ്റെ ഗ്യാപ്പ് 4 ആയി, ഇതിൻ്റെ ഗ്യാപ്പും 4 ആയി. ഇനി നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ. ഇപ്പം 4ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ തന്നേക്കുന്നത് 8 ആണ്. അപ്പം 1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. അപ്പം 5ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 10 വരും. 5 × 2 ചെയ്യുമ്പോൾ 10 വരും. 8ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 16 വരും. 10 16 കൂട്ടുമ്പോൾ 26 വരും. ഇപ്പോൾ റേഷ്യോ മെത്തേഡ് സോൾവ് ചെയ്യുന്ന രീതി കണ്ടുപിടിച്ച് 2 എന്ന് പറയുന്നത് അത് ഇവിടെ ആപ്ലിക്കബിൾ ആവും. പിന്നെ ഇവിടെ ഇൻറ്റു 2 ചെയ്യുമ്പം എത്രയാണ്? 18 എന്ന് കിട്ടും. ഇവിടെ ഇൻറ്റു 2 ചെയ്യുമ്പോൾ 24 എന്ന് കിട്ടും. 8 വർഷത്തിന് ശേഷം എയുടെ ഏജ് എത്രയാവും? 18. ബിയുടെ ഏജ് എന്ന് പറഞ്ഞാൽ 24 ആവും. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നുണ്ട് ആവറേജ് ഏജ് ഓഫ് ഫസ്റ്റ് 16 നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആവറേജ് കാരണം എന്താ? ഒറ്റ ഇക്വേഷനുള്ളൂ. ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സം ബൈ നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കാണാൻ എന്താ ചെയ്യേണ്ടത്? n × n+1/2 ചെയ്താൽ മതി. ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 16 വരും. 16 × 16 + 1 17/2 ആണ് സമ്മ് വരുന്നത്. അത് ഡിവൈഡ് ബൈ 16 ആണ് വരുന്നത്. എന്ത്? മൊത്തം ഐറ്റംസ് എന്ന് പറയുന്നത് മൊത്തം നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് 16 ആണ്. അപ്പം ബൈ 16 കൊടുക്കുക. ഇവിടെ 2 16 വെട്ടി പോവും. എത്രയാവും? 8 ആവും. അപ്പം 18 × 17/16 വരും. 8ഉം 16 വെട്ടിപ്പോയി 1/2 ആവും. 17/2 എന്താണ്? 17/2 എന്ന് പറയുന്നത് 8.5 ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എ ഒരു ജോലി എത്ര ദിവസം കൊണ്ട് തീർന്നതാണ്? 42 ദിവസം കൊണ്ട് തീർക്കും. ബി അതേ ജോലി 56 ദിവസം കൊണ്ടും സി അതേ ജോലി 63 ദിവസം കൊണ്ടും തീർക്കും. അപ്പം 42നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 6 6 36, 6 7 42. അപ്പോൾ 6 7 എന്ന് എഴുതാം. ഇനി 56നെ എങ്ങനെ എഴുതാൻ പറ്റും?
7 8 56 എന്ന് എഴുതാം. ഇനി 63 7 9 എന്ന് എഴുതാൻ പറ്റും. 56 72 കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എത്രയാണ്? ഇവിടെ നമുക്ക് 6 3 × 2 എന്ന് എഴുതാം. ഇവിടെ 8 4 × 2 എന്ന് എഴുതാം. അപ്പോൾ 2 രണ്ടിടത്തും കോമണാണ്. കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ഒരു 4ൻ്റെ കുറവ് എവിടെ ഉള്ളൂ. അപ്പോൾ ആ 4 ഞാൻ അവിടെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യാം × 4. ഇതാണ് 56 42 LCM. ഇത്രയാണ് 56 42 LCM വരുന്നത്. ഇനി 42 63 കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 7 കോമണാണ്. അപ്പോൾ അതെടുക്കണ്ട. 9ൻ്റെ കാര്യം നോക്കിയാൽ മതി. 9ൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ 3 × 2 എന്ന് എഴുതാൻ പറ്റും. ഇവിടെ 3 × 3 എന്ന് എഴുതാൻ പറ്റും. അവിടെ ഒരു 3യുടെ കുറവേ ഉള്ളൂ. ആ 3 നമ്മൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവരുടെ 3 പേരുടെയും കൂടെ LCM എന്ന് പറയുന്നത് എത്രയാണ്? 6 × 7 × 4 × 3 ചെയ്യും. അപ്പോൾ എത്ര? 504 എന്ന് കിട്ടും. ഇതാണ് ഇവരുടെ ടോട്ടൽ LCM. 504. അവിടെ 504 നിന്നുള്ള ഇങ്ങനെ ഇട്ടാൽ മതി. 6 × 7 × 4 × 3 ഇട്ടാൽ മതി. 6 × 7 × 4 × 3 എന്നിടുക. 3 എന്നിടുക. എഫിഷ്യൻസി എടുക്കുമ്പോൾ ഇപ്പം ഇത് ഡിവൈഡ് ബൈ 42 ചെയ്യുമ്പോൾ ഇതങ്ങ് വെട്ടി കളഞ്ഞാൽ മതി. അപ്പം 4 × 3 ഇവരുടെ എഫിഷ്യൻസി 12 കിട്ടും. 56 ഡിവൈഡ് ബൈ ഈ സംഭവം ചെയ്യുമ്പോൾ എത്ര? ഈ 6 നമുക്ക് സ്പ്ലിറ്റ് ചെയ്താൽ 3 × 2 എന്ന് എഴുതാം. എന്നിട്ട് 7 × 4 × 2 മൊത്തം വെട്ടിപ്പോവും. ബാക്കി എത്രയാണ്? 3 × 3 എന്ന് പറയുന്നത് 9 കിട്ടും. ഇതാണ് ബിയുടെ എഫിഷ്യൻസി. ഇനി 504 ഡിവൈഡഡ് ബൈ 63 ചെയ്യുമ്പോൾ എത്രയാണ് എഫിഷ്യൻസി കിട്ടുന്നത്? സിയുടെ എഫിഷ്യൻസി 8 കിട്ടും. നമുക്ക് തന്നിരിക്കുന്നത് ദേ സ്റ്റാർട്ടഡ് വർക്കിംഗ് ടുഗദർ ബട്ട് എ ലെഫ്റ്റ് ദ വർക്ക് 10 days ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ വർക്ക്. ഇത് മറ്റേ ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പം എ പണി തീരുന്നതിന് 10 ദിവസം മുമ്പ് തന്നെ ജോലി ഇട്ടിട്ട് പോയി. പക്ഷേ ബിയോ പണി തീരുന്നതിന് 12 ദിവസം മുമ്പേ പുള്ളി ഇട്ടിട്ട് പോയി. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡേയ്സ് അപ്രോക്സിമേറ്റ് ടു കംപ്ലീറ്റ് ദ ഹോൾ വർക്ക് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് നീക്കി വയ്ക്കാം. ഒത്തിരി സ്ഥലം വേണ്ടി വരും. വൃത്തിയായിട്ട് 6 × 7 × 4 × 3 ആണ്. 6 × 7 × 4 × 3 ടോട്ടൽ വർക്ക്. അതുപോലെ ഞാൻ LCM കണ്ട മെത്തേഡ് വന്ന് മാച്ച് കളയുക. അപ്പോൾ നമുക്കിത് വരയ്ക്കാതെ അത് മൊത്തം വർക്ക് ജോലി തീരുന്നതിന് 10 ദിവസം മുമ്പ് എന്താണ്? 10 ദിവസം മുമ്പ് സി ലെഫ്റ്റ് ചെയ്തു. ഇനി 12 ദിവസം മുമ്പ് എന്താണ്? ബി ലെഫ്റ്റ് ചെയ്തു. അന്ന് വരെയുള്ള ജോലി എന്താണ്? A + B + C ഒന്നിച്ചാണ് ചെയ്തത്. ഇനി ബി ലെഫ്റ്റ് ആയതിന് ശേഷം ആരാ? A + C തന്നെ ജോലി ചെയ്തു. ഇനി സി ലെഫ്റ്റ് ആയതിന് ശേഷം എ തന്നെയാണ് ജോലി ചെയ്തത്. അപ്പം ഇത്രയും ദിവസം A + B + C വർക്ക് ചെയ്തു. ബി ലെഫ്റ്റ് ആയതിന് ശേഷം A + C തന്നെ വർക്ക് ചെയ്തു. സി ലെഫ്റ്റ് ആയതിന് ശേഷം എ തന്നെ വർക്ക് ചെയ്തു. നമ്മളിവിടെ നമുക്കറിയാവുന്ന ഷോർട്ട് കട്ട് എന്താണ്? ഇവരാരെയും നമ്മൾ വിടുന്നില്ല. എല്ലാ ജോലിയും ABC കൊണ്ട് തന്നെ ചെയ്യിക്കുക. അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്യുക. അതായത് ഇവിടെ ബി ഇട്ടിട്ട് പോകാൻ നമ്മൾ സമ്മതിക്കുന്നില്ല. 12 ദിവസത്തെ ജോലിയും കൂടെ ബിയെ കൊണ്ട് ചെയ്യിക്കുക. അപ്പം ബിയുടെ എഫിഷ്യൻസി അറിയാം, 12 ദിവസവും ഉണ്ടെന്നറിയാം. അപ്പം എഫിഷ്യൻസി × 12 ചെയ്താൽ ബി അത്രയും ദിവസം കൂടെ നിന്നിരുന്നെങ്കിൽ എത്ര ദിവസം കൂടെ ജോലി ചെയ്തേനെന്നുള്ള രീതിയിൽ നമ്മൾ ഈ ടോട്ടൽ വർക്കിൻ്റെ കൂടെ കൂട്ടുക. അത് ഇവിടെ വിടാതെ പിടിച്ച് നിർത്തുക. ബിയുടെ എഫിഷ്യൻസി 9 ആണ്. ഇവിടെ +9 × ആൾ എത്രയാണ്? 12 ദിവസം കൂടെ ജോലി ചെയ്യേണ്ടി വരും. അപ്പം × 12 9 × 12 എത്രയാണ്? 108 കൂടും. അല്ലെങ്കിൽ അതങ്ങനെ കിടന്നാലും മതി. വേണ്ട, 108 എഴുതാം. 108 കൂടി +10 ദിവസം മുമ്പ് സി ഇട്ടിട്ട് പോവാം. സി ആണ് ഇട്ടിട്ട് പോകുന്നത്, എ അല്ല കേട്ടോ. അതായത് സി തന്നെയാണ് ജോലി ചെയ്യുന്നത്, എ ആണ് ഇട്ടിട്ട് പോകുന്നത്. അവസാനം വരെ എന്ത് സി എ വർക്ക് ചെയ്യുന്നുള്ളൂ. അവസാനത്തെ 10 ദിവസം മുമ്പ് എ ഇട്ടിട്ട് പോവാം. അപ്പോൾ എയുടെ എഫിഷ്യൻസി എത്രയാണ്? എയുടെ എഫിഷ്യൻസി 12ആണ്. 12 × 10 ചെയ്യുമ്പോൾ 120 കൂടും. അവസാനം 120 വരും. ഇതെല്ലാം കൂടെ കൂട്ടിക്കിട്ടുന്നതാണ് പുതിയ വർക്ക് എന്ന് പറയുന്നത്, പുതിയ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. 504 108 120 കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ 732 വരും. ഇതാണ് പുതിയ ടോട്ടൽ വർക്ക്. ഈ 732 ടോട്ടൽ വർക്കാണ് ഇവർ 3 പേരും കൂടെ ചെയ്യുന്നത്. അപ്പോൾ 12 9 8 കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 12 10 22 21 8 കൂടെ കൂട്ടുമ്പോൾ 29 വരും. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 73 29 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 29 × 2 ചെയ്താലാണ് എന്ത് 73 അടുത്തെത്തുന്നത്. അപ്പം 58 വരും. 58 ൽ നിന്ന് 73 പോയാൽ എത്രയാണ്?
15 റിമൈൻഡർ വരുന്നത്. അപ്പം 15 റിമൈൻഡർ വരും, 152 29 × 5 ചെയ്യുമ്പോൾ എത്രയാണ്? 145 വരും. അപ്പം 145, 152 145 പോയാൽ എത്രയാണ്? പിന്നെ റിമൈൻഡർ 7 വരും. 5 റിമൈൻഡർ 7 വരും. അതായത് 25 7/29 ആൻസർ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കാം. 25 ആൻസർ വരുന്നത്. ഈ കഥയൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. ഈ പ്രോബ്ലം ഇത് ഷോർട്ട് കട്ട് മെത്തേഡാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് ഇങ്ങനെയല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കര ലോങ് ആയിട്ടിരിക്കും, ഒത്തിരി സമയം എടുക്കുകയും ചെയ്യാം. എന്ന് വെച്ചാൽ ഇത് സമയം എടുക്കില്ല എന്നുള്ള ഞാൻ പറഞ്ഞു. ഇതിലും സമയം എടുക്കും നോർമൽ രീതിയിൽ ചെയ്താൽ. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞാൽ, റിയ ഒരു ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? 12 ദിവസം കൊണ്ട് തീർക്കും. അതേ ജോലി തന്നെ റീത്ത എത്ര ദിവസം കൊണ്ട് തീർക്കും? 6 ദിവസം കൊണ്ടും 6 ദിവസം കൊണ്ടല്ല 18 ദിവസം കൊണ്ടും. ഗീത എന്താ ആ ജോലി 24 ദിവസം കൊണ്ടും തീർക്കും. ഇപ്പോൾ ഇവരുടെ LCM എത്രയാണ് വരുന്നത്? 12 24 LCM 24 തന്നെയാണ്. ഇനി 18 24 കാര്യം നോക്കിയാൽ 18 × 4 ചെയ്യുമ്പോൾ 72, 24 × 3 ചെയ്യുമ്പോൾ 72 വരുന്നത്. അപ്പം 72 ഇവരുടെ LCM വരുന്നത്. അപ്പം 72/12 ചെയ്യുമ്പം 6, 72/18 ചെയ്യുമ്പോൾ 4, 72/24 ചെയ്യുമ്പോൾ 3 വരും. ഇതാണ് ഇവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ വരുന്നത്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റീത ആൻഡ് ഗീത വർക്ക്ഡ് ഫോർ 6 days ആൻഡ് ഗീത വാസ് റീപ്ലേസ്ഡ് ബൈ റിയ ആണ്. അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര ദിവസം കൊണ്ട് പണി തീരുന്നത് ചോദിച്ചേക്കുന്നത്. അപ്പോൾ റീതയും ഗീതയും കൂടെ 6 ദിവസം ജോലി ചെയ്യുന്നു പറയുമ്പോൾ എത്ര? റീതയുടെ എഫിഷ്യൻസി 4, ഗീതയുടെ എഫിഷ്യൻസി 3. അങ്ങനെ 6 ദിവസം ജോലി ചെയ്തു. അപ്പം 4 × 3 7, 56 ജോലി കംപ്ലീറ്റ് ചെയ്തു. 56 6 7 42 ദിവസത്തെ ജോലി കംപ്ലീറ്റ് ചെയ്തു. 72 42 പോയാൽ ബാക്കി ജോലി എത്രയാണ്? 30 ജോലിയേ ബാക്കിയുള്ളൂ. ജോലി ചെയ്യാൻ ഗീത വാസ് റീപ്ലേസ്ഡ് ബൈ റിയ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ബാക്കി ജോലി റിയയും റീത്തയും കൂടെ ചെയ്യുന്നത്. റിയ പ്ലസ് റീത്തയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ എഫിഷ്യൻസി എത്രയാണ്? റിയയുടെ എഫിഷ്യൻസി 6, റീത്തയുടെ എഫിഷ്യൻസി 4 വരും. ടോട്ടൽ 10 വരും. ബാക്കി ജോലി ചെയ്യാൻ എത്രയാണ്? 3 ദിവസം എടുക്കും. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ആ ജോലി മൊത്തം ചെയ്യാൻ അവർ ആദ്യത്തെ റിയയും ഗീതയും കൂടെ ചെയ്ത ഇതും ഇപ്പം റിയയും റീത്തയും കൂടെ ചെയ്തതും കൂടെ കൂട്ടി മൊത്തം എത്ര ദിവസം എടുക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം റിയയും ഗീതയും കൂടെ ജോലി ചെയ്തപ്പോൾ 6 ദിവസം എടുത്തു. ഇനി അതുപോലെ റിയയും റീത്തയും കൂടെ എടുത്തപ്പോൾ 3 ദിവസം എടുത്തു. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. 6 + 3 എന്ന് പറയുന്നത് 9 days ആൻസർ വരുന്നത്. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? അതായത് 3 പേര് ആരാ? അമൻ, രമേശ്, നരേഷ് 3 പേരുടെ റേസ് നടത്തുന്ന കാര്യം പറഞ്ഞു. അപ്പം അമൻ ഫിനിഷ്ഡ് 48 മീറ്റർ എഹെഡ് ഓഫ് രമേശ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ അമൻ ഫിനിഷ്ഡ് 68 മീറ്റർ എഹെഡ് ഓഫ് രമേശ്. അപ്പോൾ ഇവിടെ 68 വരും. ഈ ഒരു ദൂരം കണ്ടുപിടിക്കാൻ ചെയ്യേണ്ട, ഇത്രയും ദൂരം കണ്ടുപിടിക്കാൻ ചെയ്യേണ്ട 68 ന്ന് 48 കുറച്ചാൽ മതി. അത് എത്രയാണ്? 20 എന്ന് വരും. അപ്പോൾ ഇതെന്താ? ഇത് കേസ് 1 ആണ്. ഇനി ഒരു കേസ് 2 തന്നിട്ടുണ്ട്. കേസ് 2 എന്താ പറഞ്ഞേക്കുന്നത്? ഇൻ അനദർ റേസ് ഓഫ് സെയിം ലെങ്ത് എന്നാണ് പറഞ്ഞേക്കുന്നത്. കേസ് 2 എന്താ പറഞ്ഞേക്കുന്നത്? രമേശ് 25 മീറ്റർ മുമ്പ് ഫിനിഷ് ചെയ്തെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം ഇത് 25 മീറ്റർ മുമ്പ് നരേഷ് ഫിനിഷ് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസിൽ എന്താ? ഈ അമൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പം ഉള്ള ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസാണ് 20 എന്നായത്. അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ആരാ ഫിനിഷ് ചെയ്യാൻ പോകുന്നത്? അടുത്ത രമേശാണ് ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. രമേശ് ഫിനിഷ് ചെയ്യാൻ നേരത്താകുമ്പോഴത്തേനും ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 25 മീറ്റർ കൂടി എന്നാണ് പറഞ്ഞേക്കുന്നത്. വേറെ ഒന്നുമില്ല. അങ്ങനെയാണ് നമ്മളോട് ഈ ഫുൾ ദൂരം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഇവിടെ രമേശ് 48 മീറ്റർ കവർ ചെയ്യുന്ന സമയത്ത് നരേഷിൻ്റെയും രമേശിൻ്റെയും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് 5% കൂടുക ചെയ്യുന്നു. 5% 5 മീറ്ററായിട്ട് കൂടുക ചെയ്യുന്നു. അതായത് രമേശ് 48 മീറ്റർ കവർ ചെയ്യുമ്പം അവരിടയ്ക്കുള്ള ദൂരം എന്ന് പറയുന്നത് 5 കൂടുക ചെയ്യുന്നു. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? അതായത് 5 മീറ്റർ നരേഷിൻ്റെ രമേശിൻ്റെ
ഡിസ്റ്റൻസ് 5 മീറ്ററായിട്ട് കുറയണമെങ്കിൽ രമേശ് എത്രയാണ് 48 മീറ്റർ കവർ ചെയ്യണം. 48 മീറ്റർ കവർ ചെയ്താലേ എന്ത് സംഭവിക്കുകയുള്ളൂ, രമേശിൻ്റെ നരേഷിൻ്റെ ഇടയ്ക്കത്തെ സ്പീഡ് 5 മീറ്ററായിട്ട് കുറയത്തുള്ളൂ. ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് ഇപ്പം എത്രയാണ്, 25 മീറ്ററാണ്. അപ്പം 25 മീറ്റർ ഫുള്ള് കുറഞ്ഞാലേ എന്താവുള്ളൂ, 25 മീറ്റർ കുറയാൻ ഇവർ എത്ര ദൂരം ഓടണം, അതായത് 25 മീറ്റർ കുറഞ്ഞ് 0 ആവണം. അപ്പോൾ 0 ആകുമ്പോഴാണ് ഇവർ ഓടിയ ടോട്ടൽ റേസിൻ്റെ ഡിസ്റ്റൻസ് കിട്ടുന്നത്. 25 മീറ്റർ ഫുള്ള് കുറഞ്ഞ് 0 ആവാൻ എത്ര മീറ്റർ എടുക്കുന്നതാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഇത് ഇൻറ്റു 5 ചെയ്തപ്പോഴാണ് 25 കുറഞ്ഞത്. അതേസമയം ഇത് ഇൻറ്റു 5 അങ്ങ് ചെയ്താൽ മതി. എത്ര 240 മീറ്ററിന് കിട്ടും. അതായത് ഇത്ര ഉള്ളൂ, 5 മീറ്റർ കുറയാൻ 48 മീറ്റർ ഓടണം. അങ്ങനെയാണെങ്കിൽ 25 മീറ്റർ കുറയുമ്പോഴാണ് ഈ 25 മീറ്റർ കുറഞ്ഞ് 0 എത്തണം. 0 എത്തുമ്പോഴാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം 25 മീറ്റർ ആകുമ്പോൾ അവർ ഫിനിഷിങ് ചെയ്യും. അപ്പോൾ അത്രയും ദൂരം കിട്ടുവാണെങ്കിൽ അതാണ് റൈസ് ഫുൾ ഓടിയ ദൂരം എന്ന് പറയുന്നത്. അപ്പം അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു മെത്തേഡ് ചെയ്യാം, അതായത് കമ്പാരിസൺ മെത്തേഡാണത്. മൊത്തം ഡിസ്റ്റൻസ് ഡി ആയിട്ട് എടുക്കുക, ടോട്ടൽ ഡിസ്റ്റൻസ് ഡി ആയിട്ട് എടുക്കുക. അപ്പോൾ ആദ്യത്തെ കേസിൽ ആദ്യത്തെ ആൾ രണ്ടാമത്തെ ആളുമായിട്ട് ഡിഫറൻസ് നിന്ന് D - 48. ആദ്യത്തെ ആളും മൂന്നാമത്തെ ആൾ നമ്മുടെ വ്യത്യാസം ഡിഫറൻസ് എന്ന് പറയുന്നത് D - 68 ഈക്വൽ ടു അതേ റേഷ്യോ തന്നെ ആയിരിക്കും D - 25 എന്നുള്ളത്. ഇത് സോൾവ് ഫോർ D ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ സോൾവ് ഫോർ D ചെയ്യുമ്പോൾ എത്രയാണ്, 240 കിട്ടും. 240 മീറ്റർ. എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു സർക്കുലർ ട്രാക്ക് കൊണ്ട് ഫസ്റ്റ് റൗണ്ട് 10 മീറ്റർ പെർ സെക്കൻഡും, സെക്കൻഡ് റൗണ്ട് 20 മീറ്റർ പെർ സെക്കൻഡും, തേർഡ് റൗണ്ട് 30 മീറ്റർ പെർ സെക്കൻഡും പോയെന്ന് പറഞ്ഞു. ഇതിൻ്റെ എല്ലാം മൾട്ടിപ്പിളായിട്ട് ഒരു സംഖ്യ വേണം നമുക്ക് LCM ആയിട്ട് എടുക്കാൻ. ആ കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാം. ഈ 60 മീറ്റർ LCM ആണ്. ഈ 60 മീറ്റർ നമുക്ക് ഈ ടോട്ടൽ ട്രാക്കിൻ്റെ റേഡിയസ് ആയിട്ട് എടുക്കാം. അതായത് ഒന്ന് മൊത്തം ചുറ്റി വരണമെങ്കിൽ 60 മീറ്റർ അയാൾ ഓടണം എന്നാണ് അർത്ഥം. ഒന്ന് മൊത്തം ഇങ്ങനെ ചുറ്റി വരണമെങ്കിൽ 60 മീറ്റർ അയാൾ ഓടണം. അപ്പം ഫസ്റ്റ് റൗണ്ട് ഓടാനുള്ള സമയം കണ്ടുപിടിക്കത്തില്ല. 60 മീറ്റർ 10 മീറ്റർ പെർ സെക്കൻഡ് ഓടി. അപ്പം ഈക്വൽ ടു 6 സെക്കൻഡ് കിട്ടി. ഇനി 60 മീറ്റർ ഇതേ 60 മീറ്റർ രണ്ടാമത്തെ റൗണ്ടിൽ എത്ര സെക്കൻഡ് കൊണ്ടാണ് കവർ ചെയ്യുന്നത്, 20 മീറ്റർ പെർ സെക്കൻഡ് കൊണ്ടാണ് കവർ ചെയ്യുന്നത്. 20 ചെയ്യുമ്പോൾ 3 സെക്കൻഡാണ് രണ്ടാമത്തെ റൗണ്ട് ഓടാൻ എടുക്കുന്നത്. ഇനി ഇത് രണ്ടാമത്തെ റൗണ്ട് കാര്യം പറയുന്നത് കേട്ടോ. ഇത് രണ്ടാമത്തെ റൗണ്ടിൻ്റെ സമയം, ഇത് ഫസ്റ്റ് റൗണ്ടിൻ്റെ സമയം. ഇനി മൂന്നാമത്തെ റൗണ്ടിൻ്റെ സമയം എടുക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, 60 മീറ്റർ തന്നെയാണ്, അത് 30 മീറ്റർ പെർ സെക്കൻഡിലാണ് ഓടുന്നത്. ഇവിടെ എത്ര 2 സെക്കൻഡാണ് എടുക്കുന്നത്. ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസും കിട്ടി, ടോട്ടൽ ടൈമും കിട്ടി. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്, 60 മീറ്റർ 3 തവണ ഓടും. അപ്പം 150 മീറ്ററാണ് അയാൾ മൊത്തം കവർ ചെയ്യുന്നത്. ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എത്രയാണ്, 6, 3, 2, 12, 11 വരും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്, 16.36 കിട്ടുന്നത്. അപ്പോൾ 16.36 ഓപ്ഷൻ ഉണ്ടോ നോക്കാം. 16.36 ഇതേ കിടക്കുന്നു. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ആദ്യം തന്നേക്കുന്ന ഈ കണ്ടീഷൻ എടുത്തെഴുതാം. അതായത് റോഹൻ റൺസ് അറ്റ് ട്വൈസ് ദ സ്പീഡ് ഓഫ് സോഹൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സോഹൻ്റെ സ്പീഡിനേക്കാൾ ഇരട്ടിയാണ്. അപ്പം സോഹൻ്റെ സ്പീഡ് 1 ആണെങ്കിൽ റോഹൻ്റെ സ്പീഡ് 2 ആണ്. അപ്പോൾ ഇവിടെ അവരുടെ റേഷ്യോ തമ്മിൽ കുറയ്ക്കുമ്പോൾ എന്താ, 2ൽ നിന്ന് 1 കുറച്ചാൽ 1 വരുന്നത്. അതിനർത്ഥം എന്താ, ഇവർ ഒരു തവണ മീറ്റ് ചെയ്യുന്നുള്ളൂ. ആ മീറ്റ് ചെയ്യുന്ന സമയം 10 മിനിറ്റാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ, ഇനി സ്പീഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ 2000
മീറ്ററാണ് ഡിസ്റ്റൻസ് എന്നറിയാം, സർക്കംഫറൻസ് 2000 മീറ്റർ എന്നറിയാം. അതുപോലെ ടൈം തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം എന്താ സോഹൻ്റെ സ്പീഡാണ് കണ്ടുപിടിക്കുന്നത്. സോഹൻ മീറ്റ് ചെയ്യുമ്പോൾ 10 മിനിറ്റ് ഓടുന്നെന്നാണ് പറഞ്ഞത്. അപ്പം ആ 10 മിനിറ്റ് വരെയുള്ള ഡിസ്റ്റൻസ് സ്പീഡ് കണ്ടുപിടിക്കാൻ 2000 ഡിവൈഡ് ബൈ 10 മിനിറ്റ് ചെയ്താൽ മതി. പക്ഷെ എന്താണ് ഇവിടെ മീറ്ററും താഴെ മിനിറ്റ് ആയതുകൊണ്ട് സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. 10 × 60 ചെയ്യുക. അപ്പോൾ 0 കെട്ടിപ്പോയി, 0 കെട്ടിപ്പോയി. ആളുടെ സ്പീഡ് എത്രയായി? 20 മീറ്റർ പെർ സെക്കൻഡാണ്. 20 മീറ്റർ പെർ സെക്കൻഡല്ല, 20 ബൈ താഴെ ഒരു 6 കിട്ടുന്നുണ്ട്. 20/6 മീറ്റർ പെർ സെക്കൻഡാണ് എന്ത് ഈ സോഹൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇരട്ടിയാണ് എന്ത് ഈ റോഹനല്ല അവൻ്റെ പേരെന്താണ്, റോഹൻ്റെ സ്പീഡ് ഇതിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ 40/6 40/6 മീറ്റർ പെർ സെക്കൻഡാണ് റോഹൻ്റെ സ്പീഡ്. അപ്പോൾ റോഹൻ മൊത്തം ഓടുന്ന ഡിസ്റ്റൻസും കിട്ടി, ആളുടെ സ്പീഡും കിട്ടി. ഇനി എന്താ വേണ്ടേ? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ഇയാളുടെ ഓടുന്നതിൻ്റെ സ്പീഡ് ചെയ്താൽ മതി നമുക്ക് ടൈം കിട്ടാൻ. 40/6 ചെയ്യാം. അത് ഇത് തിരിഞ്ഞ് കയറി മൾട്ടിപ്ലൈ 6/40 എന്നാവും. പിവറ്റ് പോകുമ്പോൾ എത്രയാണ്? 0 കട്ട് ചെയ്ത് പോയി, 4 8 കട്ട് ചെയ്ത് പോയി, 2 വന്നു. 200 × 6 സെക്കൻഡ് തോന്നുന്നു. 1200 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 മിനിറ്റാണ്. ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. 20 മിനിറ്റാണ് കറക്റ്റ് ആൻസർ. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഇതിനു മുമ്പ് ഏതോ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. കൺസെപ്റ്റ് എന്താ? ഇതിന് മുമ്പുള്ള 3 ക്യൂബ്സിൻ്റെ വോളിയം എന്ന് പറയുന്ന ഫൈനലുണ്ടാകുന്ന ക്യൂബ്സിൻ്റെ വോളിയമായിട്ട് സെയിം ആയിരിക്കും. ആദ്യം ഉണ്ടായിരുന്ന ക്യൂബ്സിൻ്റെ വോളിയം എത്രയാണ്? സൈഡ് 5 ഉള്ള ക്യൂബിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 5 ക്യൂബ് വരും. സൈഡ് 4 ഉള്ള ക്യൂബിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 4 ക്യൂബ് വരും. സൈഡ് 3 ഉള്ള ക്യൂബിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 3 ക്യൂബ് വരും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 125 64 + 27 വരും. എല്ലാം കൂടെ കൂട്ടുമ്പോൾ 216 വരും. 216 എന്ന് പറയുന്ന വലിയ ക്യൂബിൻ്റെ വോളിയം തന്നെയാണ്. അതായത് ഈ ക്യൂബ്, അതായത് വലിയ ക്യൂബിൻ്റെ സൈഡ് എന്ന് പറയുന്നത് എ ആണെങ്കിൽ അത് ക്യൂബ് എന്ന് പറയുന്നത് എത്ര? 216 ആണ്. 216 എന്തിൻ്റെ ക്യൂബ് റൂട്ടാണ് നമുക്കറിയാം. 6ൻ്റെ ക്യൂബ് റൂട്ടാണ് 216. അപ്പം വലിയ ക്യൂബിൻ്റെ സൈഡ് എന്ന് പറയുന്നത് 6 വരും. അങ്ങനെയാണ് 6 സൈഡുള്ള ഒരു ക്യൂബിൻ്റെ ഡയഗണൽ കണ്ടുപിടിക്കാനാണ് എന്താ ചെയ്യേണ്ടത്? ഈ ലെങ്ത് ആയിരിക്കും അതിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഡയഗണൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 6√3 ആയിരിക്കും. 6√3 ആയിരിക്കും. അതാണ് ഡയഗണൽ ലെങ്ത്. അപ്പോൾ ഇതെങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ ഒരു ക്യൂബിൻ്റെ സൈഡിൽ ലെങ്ത്ത് എ ആണെങ്കിൽ എ ലെങ്ത്ത് സൈഡുള്ള ഒരു ക്യൂബാണെങ്കിൽ അതിൻ്റെ ഡയഗണൽ ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? A√3 ആയിരിക്കും. ഇവിടെ സൈഡ് 6 അതുകൊണ്ട് 6√3 വന്നു. ഇനി സ്ക്വയറിൻ്റെ ആണെങ്കിൽ സ്ക്വയറിൻ്റെ എന്താ സംഭവിക്കുക? സ്ക്വയറിൻ്റെ ഈ ഡയഗണലിൻ്റെ ലെങ്ത്താണ് ചോദിച്ചു കഴിഞ്ഞാൽ സൈഡ് A ആണെങ്കിൽ A√2 ആയിരിക്കും. ഇപ്പോൾ സൈഡ് 2 ആണെങ്കിൽ 2√2 ആയിരിക്കും. ഇപ്പോൾ ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ ബി. ബി ഇവിടെ ഇതിനിടയ്ക്ക് എല്ലാത്തിനും റൂട്ടുണ്ട് കേട്ടോ. അതായത് ഇവിടെ 9√3 ആണ്, ഇവിടെ 6√3 ആണ്, 2√3 ആണ്, ഇവിടെ 3√3 ആണ്. അത് കോപ്പി ചെയ്തെടുത്ത റൂട്ട് വന്നില്ല എന്നുള്ളത്. ആൻസർ എന്തായാലും 6√3 തന്നെയാണ് ആൻസർ വരുന്നത്. അങ്ങനെയാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ഒരു ഹെക്സഗണിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഫിഗർ വരയ്ക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കണം. ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് 6 സെൻറ്റിമീറ്റർ ഹാസ് ഇറ്റ്സ് കോർണർ കട്ട്. അപ്പം ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിളിൽ നിന്നാണ് എന്ത് കോർണർ കട്ട് ചെയ്തിട്ട് ഒരു ഹെക്സൺ ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞാൽ തിരിഞ്ഞു പോയി. അതായത് ഹെക്സഗണിൽ നിന്ന് കട്ട് ചെയ്ത് ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കുമല്ല, ഇക്വലേറ്ററൽ ട്രയാങ്കിളിൽ നിന്ന് കോർണറെല്ലാം കട്ട് ചെയ്ത്
ഹെക്സൺ ഉണ്ടാക്കും, നമുക്ക് ഫിഗർ വരയ്ക്കാം. അപ്പം ഇത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, ഇതിൻ്റെ മൂന്ന് കോർണർ അത് കട്ട് ചെയ്ത് കളയാൻ പോവാം. 1 2 3 കോർണർ കട്ട് ചെയ്തു. അപ്പോൾ ഈ നടുക്കുണ്ടാക്കിയിരിക്കുന്ന ഹെക്സൺ ഇല്ലേ, അതായത് ഞാൻ വേറെ കളറിട്ട് വരച്ച് കാണിച്ചത്. 1 2 ഈ നടുക്ക് കിടക്കുന്ന ഹെക്സണിൻ്റെ ഏരിയ എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത് നമ്മളോട്. ഇവിടെ ഈ കാണിച്ചേക്കുന്ന ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. എത്രയാണ്? 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പം ഈ സൈഡ് ലെങ്ത്തും അത് തന്നെയാണ്, ഇതും ഇത് തന്നെയാണ്. ഈ നടുക്ക് കിടക്കുന്ന ഹെക്സഗൺ കാണാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഈ വലിയ ട്രയാങ്കിളിൽ നിന്ന് ഈ ചെറിയ ഈ 3 ട്രയാങ്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്ത് കളഞ്ഞാൽ മതി. ആദ്യം നമുക്ക് വലിയ ട്രയാങ്കിളിലെ ഏരിയ കണ്ടുപിടിച്ച് മാറ്റി വയ്ക്കാം. അതായത് വലിയ ട്രയാങ്കിളിലെ ഏരിയ അത് ഇക്വലാറ്ററൽ ട്രയാങ്കിളാണെന്നറിയാം. ഇക്വലാറ്ററൽ ട്രയാങ്കിളിലെ ഏരിയ എത്ര? √3/4 A² ആണ്. എയുടെ വാല്യൂ 6 ആണ്, നമുക്ക് 6² എന്നിടാം. 36 ആണ്. √3/4 A² ചെയ്യുമ്പോൾ ഇത് കിട്ടും. ഇതാണ് വലിയ ട്രയാങ്കിളിലെ ഏരിയ. ഇനി ഈ ഫിഗറിലോട്ട് നോക്കി, ഈ ചെറിയ ട്രയാങ്കിൾ എല്ലാം എന്താണ്? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ തന്നെയാണ്. അതുപോലെ ഈ ഹെക്സഗണും ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം. ഇക്വലാറ്ററൽ ട്രയാങ്കിളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം. ഇങ്ങനെ വരയ്ക്കാം. ഞാൻ ഈ വലിയ ട്രയാങ്കിളിനെ എല്ലാം ചെറിയ ട്രയാങ്കിളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇതെല്ലാം എന്താണ്? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. അപ്പം മൊത്തം എത്ര ട്രയാങ്കിളുണ്ട് ഇവിടെ? 1 2 3 4 5 6 7 8 9 ട്രയാങ്കിളായിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. ഇതെല്ലാം ഇക്വലാറ്ററൽ ട്രയാങ്കിളാണ്. ഈ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഏരിയ എല്ലാം സെയിമുമാണ്. അപ്പം അങ്ങനെ തോന്നുന്നില്ലെങ്കിലും അത് വരച്ചതിൻ്റെ പ്രശ്നമാണ്. ശരിക്കും ഇതിൻ്റെ ഏരിയ എല്ലാം സെയിമാണ്. ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 9 യൂണിറ്റാണ്. അതായത് 9 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 9 ചെറിയ ട്രയാങ്കിൾ ചേരുന്നതാണ് ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ. നമുക്ക് വേണ്ട എന്താണ്? ഈ ഹെക്സഗണിൻ്റെ ഏരിയ. അതെത്ര? 6 ട്രയാങ്കിളേ ഉള്ളൂ. 6 യൂണിറ്റ് കണ്ടുപിടിച്ചാൽ മതിയാവും. 9 യൂണിറ്റിൻ്റെ വാല്യൂ അറിയാം, 6 യൂണിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം ഇതും വെട്ടിപ്പോയി. 9 യൂണിറ്റിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അതായത് 2 18 വരും. 2 മാറ്റിലൂടെ കിട്ടുമ്പോൾ 9√3 ആണ്. 9√3 ആണ് 9 യൂണിറ്റിൻ്റെ വാല്യൂ. 6ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യേണ്ടത്? 6 × 9√3/9 ചെയ്യാം. 9ഉം 9ഉം കട്ട് ചെയ്ത് പോയി. ആൻസർ എത്രയാണ്? 6√3 കിട്ടും. 6√3 ആണ് ആൻസർ കിട്ടുന്നത്. ഇതോടുകൂടി 17ാം തീയതി എല്ലാ ക്വസ്റ്റ്യനും ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനി ഒരു സെറ്റും കൂടെ ബാക്കിയുള്ളൂ. അതായത് 23ാം തീയതിയിലെ ഷിഫ്റ്റ് 1, ഷിഫ്റ്റ് 2, ഷിഫ്റ്റ് 3, ഷിഫ്റ്റ് 4. അതോടുകൂടി SSC GD 2022 നടന്ന എല്ലാ ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ചെയ്യും. എല്ലാ ക്വസ്റ്റ്യനും മീൻസ് എന്താ? എല്ലാ ദിവസത്തെ എല്ലാ ഷിഫ്റ്റിലെ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യുന്ന ഉദ്ദേശിച്ച്.